കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് സ്റ്റാഫ് അസോസിയേഷനും യുവകലാ സാഹിതിയും സംയുക്തമായി ഡോക്ടർ ടി.പി. സുകുമാരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.കെ. സുരേഷ് ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസം നടന്ന വഴിയെ നടക്കാനുള്ള പരിശീലനമാകരുത്. അളവറ്റ പൈതൃക വിജ്ഞാനമുണ്ടായിട്ടും ഇന്ത്യ കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ പിറകിലാകാൻ കാരണം ജ്ഞാനം നേടുന്നതിനപ്പുറമുള്ള അന്വേഷണ ത്വരയില്ലാത്തതാണെന്നും വി.കെ. സുരേഷ് ബാബു പറഞ്ഞു. നാടകം, ചിത്രകല, മൃദംഗവാദനം, നിരൂപണം എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ടി.പി. സുകുമാരനെ അക്കാദമിക ലോകം വേണ്ടത്ര തിരിച്ചറിഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ ടി.പി. സുകുമാരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു വി.കെ. സുരേഷ് ബാബു. ടി.പി. സുകുമാരൻ മാഷ് ഒരുപാട് അധ്യാപകർ പിരിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് അധ്യാപകർ മരിച്ചു പോയിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ടി.പി. സുകുമാരൻ മാഷെ അനുസ്മരിക്കാൻ ഈ നിർമ്മലഗിരി കോളേജും യുവകലാ സാഹിതിയും മാത്രമല്ല കണ്ണൂരിലുള്ള പല സാംസ്കാരിക സംഘടനകളും 1-2 മാസക്കാലം സുകുമാരൻ മാഷെ എപ്പോഴും അനുസ്മരിച്ചുകൊണ്ടിരിക്കും. 2 മാസക്കാലം ഈ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ 29ാം ചരമദിനം മുതൽ ഒരു 2 മാസക്കാലം വ്യാപകമായ അനുസ്മരണങ്ങൾ നടക്കും. അതിൻ്റെ കാരണം ഇന്ന് കാണുന്ന സാഹിത്യരംഗത്തും കലാരംഗത്തുള്ള പല മാറ്റങ്ങളുടെയും പയനിയറായിട്ട്, മുൻപേ പറക്കുന്ന പക്ഷിയായിട്ട്, അതിനെ പ്രവചനാത്മകമായ ശേഷിയോടുകൂടി പല കാര്യങ്ങളെപ്പറ്റിയും അദ്ദേഹം നമ്മളോട്, ക്ലാസ്സിലെ കുട്ടികളോടും നാട്ടുകാരോടും പറഞ്ഞിരുന്നു. നിർമ്മലഗിരി കോളേജ് സ്റ്റാഫ് അസോസിയേഷനും യുവകലാ സാഹിതിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ സി. സെലിൻ മാത്യു അധ്യക്ഷയായി. ബർസർ ഡോക്ടർ തോമസ് കൊച്ചുകരോട്ട് പ്രഭാഷണം നടത്തി. ഡോക്ടർ ഒ.കെ. മുരളീധരൻ, ഡോക്ടർ ദീപമോൾ മാത്യു, ജിതേഷ് കണ്ണപുരം എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡോക്ടർ ടി.പി. സുകുമാരൻ രചിച്ച് ടി. പവിത്രൻ സംവിധാനം ചെയ്ത ആയഞ്ചേരി വല്യശ്മാനൻ നാടകവും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.